ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് ബോംബെക്ക് പോകണം ഗൈസ്. അതും പ്ലെയിൻ. എല്ലാവരുടെയും ധൃതിയുള്ള മുഖങ്ങൾ ഞാൻ കാണിച്ചിട്ട് ഗൈസ്. ഇതിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണം ഗൈസ്. ഉമ്മി വാപ്പി ഗൈസ്, വാപ്പി എല്ലാവരും ധൃതിയായിട്ടുണ്ട്. ധൃതിയൊന്നുമില്ല എന്നാലും മോനൂസ് നോക്ക മോനൂസ്. നമ്മളപ്പം നമുക്കിനി അപ്ഡേറ്റ്സ് പറഞ്ഞു തരും കുറച്ച്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ നമുക്ക് താഴത്തേക്ക് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊടിയിലുണ്ടോ എയർപോർട്ടിൽ എന്തെങ്കിലും ദൃശ്യങ്ങൾ കാണിച്ചാൽ അമ്മേ, എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? എങ്ങോട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്? ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണോ? എയർപോർട്ടിലാണ് ഗൈസ്. എയർപോർട്ടിൽ നിന്ന് ബാഗൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോഴേക്ക് നമ്മൾ ഉമ്മിനെ അപ്പിയും കാണിച്ചുതരാം. അവരിച്ചിരി മാസം അണിച്ച് പോകുന്നുണ്ട്. ഉമ്മിയും അപ്പി മാസം അണിച്ചിട്ട് മണിക്കണേ കാണുന്നത്. മാസമാണോ? മാസമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടെ കൂടി ഞങ്ങൾ 4 പേരും കൂടെ കൂടി ഞാനും ഉമ്മയെന്നൊക്കെ പറഞ്ഞപ്പോൾ ശീലമായിപ്പോയി. ഞങ്ങൾ 4 പേരും കൂടെ കൂടി ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അവർ ചിത്രം കാണിച്ചത് ഗൈസ്. ദിസ് ഈസ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. उड़ान भरने के लिए बहुत से निवेदन है कि आप अपना वाली कुर्सी के नीचे रखें और शीघ्र अपने स्थान पर बैठ जाएं। इससे बाकी यात्रियों को आगे बढ़ने में सुविधा। Boeing 737-8200 backside drop. To fasten your seatbelt and set the bundle into the bucket, adjust it by pulling the loosen and to unfasten lift the flap. निर्देश पत्र में दी गई है. धन्यवाद. तो हमारे कैबिन क्रू का एक प्रदान करने में प्रसन्नता होगी. धन्यवाद.
ഗൈസ് ഞങ്ങൾ മുംബൈയിൽ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബോംബെയിലെത്തി ഗൈസ്. ബോംബെയിലെത്തി റൂമെടുത്തു. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങളിപ്പോൾ വീട്ടിൽ ഞാൻ പോകുമ്പം റൂം കാണിച്ചില്ല. അതാണ് ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ മാത്രം ഫ്രഷ് ആയുള്ളൂ. അപ്പോഴത്തേക്ക് ഗൈസ് ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ കഴിക്കുന്നത് ഇവിടെ ഇവിടെ ഞാൻ തന്നില്ല മറ്റേ ഇട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വണ്ടിയെ പിടിച്ച് കിടക്കുമോ പപ്പടം കണ്ടോ ഗൈസ്? പൈസ പോകും കുടിച്ചിട്ട് പോയാ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വെറൈറ്റി ഫുഡ്? This is my food. Monusine is coming. Guys. ഒരു അത്യാവശ്യം ഹോട്ടലിലെല്ലാം തൊഴിലെല്ലാം തൊഴിലും. Guys. ഹലോ മുൻഷോ അപ്പറഞ്ഞു പറഞ്ഞേ കാലക്ക് ഗൈസ്. ഞങ്ങളിപ്പോൾ ബോംബെയിലാണ് ഗൈസ്. ബോംബെയിൽ ഞങ്ങളിപ്പോൾ ടൗണിലാണ് ഗൈസ് അല്ലേ. നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മളിപ്പം എങ്ങോട്ടാണ്? ബീച്ചിൽ പോവാണ് ഗൈസ്. ബീച്ച് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബോംബെയിൽ വന്ന് ബീച്ചിലേക്കാണ് ഗൈസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്ട്രീറ്റ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇതിലും ഇവിടെ പോകുന്നിരിക്കുന്നത് ഗൈസ്. ഞങ്ങളിപ്പോൾ ഓട്ടോകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല നല്ല ഊടുവഴികളാണ് ഗൈസ് ഇവർ പോകുന്നത്. നല്ല പ്രകൃതി രമണീയമായ ഊടുവഴികൾ. നിങ്ങൾക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നല്ല ഊടുവഴികൾ വരുവാണെങ്കിൽ കാണിച്ചിടാം. ഇതാണ് ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ തോടിൽ ആരോട്ട് കൊണ്ടിരിക്കുന്നത്. മലയാളം അറിയില്ലാത്ത നമുക്ക് എന്തറിയ പോലെ അയാൾ മലയാളി. ഓ ഇത് നല്ല നല്ല വഴി കൂടെയാണ് ഞങ്ങൾക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ എങ്ങോട്ട് പോകുന്നത് നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഈ ബീച്ചിൻ്റെ പേര് ഞാൻ പറയില്ല, ബാബ് പറയും. ജൂഹു ബീച്ച്. നമുക്ക് ഈ ബീച്ചിൻ്റെ ദൃശ്യം കാണാം. ഇത് ഡേ 1 ആണ് ഗൈസ്. ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിട്ട് 3 മണിക്ക് വന്നാണ്. 3 മണിക്ക് അപ്പോഴത്തേക്കും ബീച്ചിലാണ്. ഫസ്റ്റ് സ്പോട്ട് ഈസ് ബീച്ച്. ബീച്ചിലെത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. കാരണം ഇവിടെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. വലിയ ആൾക്കാരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചെയ്യാം. നമുക്ക് പോക്കറ്റ് ഞങ്ങളങ്ങനെ ഇവിടുത്തെ മറ്റേ ഗായ്സ് ഞങ്ങളിങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ബീച്ചിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഒടുക്കത്തെ വെയിലാണ് ഗായ്സ്. ഷാളൊക്കെ പറന്നോളൂ ഗൈസ്. കാറ്റും ഉണ്ട്, തണുപ്പൊന്നും കേട്ടോ ഗൈസ്. വെയില് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. പ്ലൈ ഗായ്സ്. ദിസ് ഈസ് ഇതിന്റെ പേരാപ്പി ആ കടലാണ് ഗൈസ്. ഗൈസ് ഇത് നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ മാർക്കറ്റിലാണ് ഗൈസ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒച്ചയൂല. മറ്റത്തിന്റെ അടുത്ത് പോയി ഞങ്ങള് അങ്ങനെ ആക്കാളെ പോവാണ് ഗൈസ്. ഇനി നമ്മളിനി മാർക്കറ്റിൽ പോകാൻ അടുത്ത ദൃശ്യങ്ങളൊക്കെ കാണിച്ചത് ഗൈസ്. ഗൈസ് ഇത് നല്ലതായിരുന്നു. ബട്ട് 250 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മീഷോയിൽ 100 രൂപയ്ക്ക് മേടിക്കും. മീഷോയിൽ 100 രൂപ ഉള്ളവരും പറഞ്ഞാൽ പക്ഷെ ഇപ്പോൾ ടൂർ ഒന്നിക്കില്ലേ അതെല്ലാം മേടിക്കത്തി. ഉമ്മി ഇവിടുന്ന് എത്രയാ 2 എണ്ണത്തിന് 500 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് സെലക്ട് ചെയ്യണം ഗെയ്സ്. ഫസ്റ്റത്തെ ഷോപ്പിൽ നിന്നും ഉമ്മയെ അറ്റംപ്റ്റ് നടത്താനുള്ള ഇതാണ്. ഞങ്ങളിപ്പോൾ ഒരു ജീൻസിൻ്റെ കടയിൽ ത്രിഫ്റ്റിങ്ങിന് കയറിയിട്ടുണ്ട്. ത്രിഫ്റ്റിംഗ് അല്ല, സാധനമാണ്. അപ്പോഴത്തേക്കും നമ്മളപ്പം 4 എണ്ണം ഞങ്ങൾക്ക് 400 രൂപ ഓരോന്ന് വെച്ച് മേടിച്ചിട്ടുണ്ട്. 3 എണ്ണം ദീസ്
ഇതെൻ്റെ വാപ്പിക്ക് ഉമ്മിക്കാണ്. മോനൂസ് ഇട്ട് നോക്കണം ഗൈസ്. നാളെ മേടിച്ചിട്ടുണ്ട്. ഇതിന് റേറ്റ് ഇനി ഇവർ പറയണില്ല, കുറഞ്ഞിട്ട് മേടിക്കില്ല എന്ന് പറയാം. ഞങ്ങളിപ്പോൾ മുംബൈയുടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി സാധനം മേടിച്ചിട്ട് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണിച്ചു ദൃശ്യം. ഞങ്ങൾ വീണ്ടും ഫ്രഷ് ആയിട്ട് രാത്രി വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഉമ്മി മേടിക്കുന്ന ദൃശ്യം കാണിച്ചു. ഉമ്മി പാനിപ്പൂരി. നമ്മളപ്പം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പാനിപ്പൂരി കഴിക്കാൻ നിങ്ങൾ കണ്ടു കാണും. ഇനി നമ്മൾ ഇച്ചിരി ഡാർക്കായിട്ട് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിക്കുകയാണ് ഗൈസ്. കാണിച്ചുതരാം. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല. പാനിപ്പൂരി കഴിച്ചിട്ട് കടയ്ക്ക് കട്ടോളം ചോദിച്ചു. അപ്പം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ധോണിനൊക്കെ ഉണ്ട് സച്ചിന്. സച്ചിനെ ധോണി. അയ്യോ ഇപ്പൊ സോസായിട്ട് കുടിച്ചാൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് 10-0. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും പോലത്തെ പട്ടിക